നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സ്വകാര്യതയുള്ള സ്ഥാപനങ്ങളായി മാറിയെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിലും കേരളം മുന്നിൽ. മലപ്പുറത്ത് നിർമ്മിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും ആരോപിച്ച് മുസ്ലിം ലീഗ് മാർച്ച്. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രതിപക്ഷ മെമ്പർമാരോട് കടുത്ത വിവേചനമെന്നും നേതാക്കൾ. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ആന എഴുന്നള്ളിപ്പ് കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ തീരുമാനം. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. ഫിറ്റ്നസ് ഇല്ലാത്ത ആനകളെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കില്ല. മണ്ണാർക്കാട് തച്ചനാട്ടുകര നന്നങ്ങാടി കുന്നിൽ വരാൻ പോകുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി പ്രദേശവാസികൾ. ജനങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന ഭരണസമിതി ആരുമറിയാതെ കമ്പനിക്ക് അനുമതി നൽകി നാട്ടുകാരെ കബളിപ്പിച്ചുവെന്നും ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ. ചൊവ്വാഴ്ച പഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കും. ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ ഉത്സവാഘോഷങ്ങൾ തുടരുന്നു. വാദ്യ പെരുമഴയിൽ 8ാം വിളക്ക് ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മലപ്പുറം വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും സമയബന്ധിതമായ ഭരണ നിർവഹണവും ഉറപ്പാക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. കായിക ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം കോട്ടപ്പടിയിൽ താലൂക്ക് ആശുപത്രിക്ക് സമീപം DD ഓഫീസ് നിലനിന്നിരുന്ന സ്ഥലത്താണ് ജില്ലാ വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നത്. PWD ആർക്കിടെക്ട് വിഭാഗം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 3 നില കെട്ടിട വിദ്യാഭ്യാസ സമുച്ചയം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സമുച്ചയ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. 2022-2023 വർഷത്തെ സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച മലപ്പുറം വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കെട്ടിട സമുച്ചയത്തിന് നിർമ്മാണ ശിലാസ്ഥാപനം കർമ്മം മികച്ച രീതിയിൽ നടത്തപ്പെട്ടു എന്ന് ആശംസിക്കുന്നു. ഈ കെട്ടിടം പൂർണ്ണമായി 3 നിലയിൽ ഉയരുന്നതോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ പൊതുവിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സമഗ്ര ശിക്ഷ കേരള, വിദ്യാകേരള മിഷൻ, കയറ്റ് എന്നിവ എല്ലാം ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ആകുന്നതോടെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുന്നതോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും സമയബന്ധിതമായ ഭരണ നിർവഹണവും ഉറപ്പുവരുത്തുവാനും ജില്ലയിലെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് പുതിയ മാനം നൽകാൻ പ്രാപ്തമാവുകയും ചെയ്യും. എല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന ഗുണനിലവാരവും അടിസ്ഥാന സൗകര്യവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്നും സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിലും കേരളം മുന്നിലാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സ്വീകാര്യതയുള്ള സ്ഥാപനങ്ങളായി മാറിയത് അഭിമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു. നടുമുറ്റവും വർക്കിംഗ് ഏരിയയും ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട കെട്ടിടത്തിന് 11 കോടി രൂപയാണ് അടങ്കൽ നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി 1 നില കെട്ടിടത്തിന് 5 കോടി വിദ്യാഭ്യാസ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓഫീസ് മുറികളും മിനി കോൺഫറൻസ് ഹാളും ടോയ്ലറ്റ് ബ്ലോക്കും ഉൾപ്പെടുന്ന താഴത്തെ നിലയുടെ പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുക. GLP സ്കൂളിന് അഭിമുഖമായി നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയം 3 നിലയിൽ ഉയരുന്നതോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലെ പൊതുവിദ്യാഭ്യാസം, സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സമഗ്ര ശിക്ഷ കേരള, വിദ്യാകേരള മിഷൻ, കൈറ്റ് എന്നിവയെല്ലാം ഒരുമിച്ചാവും. MLA മാരായ P. ഉബൈദുള്ള, P. നന്ദകുമാർ, ജില്ലാ കളക്ടർ VR വിനോദ്, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കാരാട്ട്, വാർഡ് കൗൺസിലർ C. സുരേഷ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP സുരേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷറഫ് പെരുമ്പള്ളി, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ PM അനിൽ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ്, PWD കെട്ടിട വിഭാഗം എക്സി എഞ്ചിനീയർ E. ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന സമരസംഗമം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി വട്ടാന്തടം ഉദ്ഘാടനം ചെയ്തു. CPM ഭരിക്കുന്ന വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും ആരോപിച്ചും ഫണ്ട് വിതരണത്തിൽ പ്രതിപക്ഷ മെമ്പർമാരോട് വിവേചനം കാണിക്കുന്നു, പാർട്ടി തീരുമാനം മാത്രം നടപ്പാക്കണമെന്ന് പറഞ്ഞ് പ്രസിഡന്റിനെ കായികമായി പോലും ആക്രമിക്കുന്ന വിധം CPM ഭരണം അട്ടിമറിക്കുന്നു,
ലൈഫ് ഭവന പദ്ധതിയിൽ ഫണ്ട് അനുവദിക്കുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. തുടർന്ന് ചേർന്ന സമരസംഗമം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം ഉദ്ഘാടനം ചെയ്തു. പ്രേരിതമായ പക്ഷപാതമാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഈ ഭരണസമിതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഓരോ കാര്യങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതിലൊക്കെ പക്ഷപാതവും നെറികേടും സ്വജനപക്ഷപാതവും പിടിപ്പില്ലായ്മയും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ പഞ്ചായത്തിന്റെ മുന്നിലുള്ള ഈ റോഡിന്റെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞത് നമ്മൾ കണ്ടത്. വീണ്ടും ആ റോഡിന്റെ പണി നടത്തേണ്ടി വന്നു. അതിനെന്താണ് പറയുക? അഴിമതി എന്നാണ് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താ. ഈ മലറോഡിലൂടെ നടന്നു പോകാൻ പോലും ആളുകൾക്ക് കഴിയാത്ത ദുരവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ വല്ലപ്പുഴ ഹൈസ്കൂളിന്റെ മുന്നിലൂടെ തീയാട്ടിലേക്കും എരവത്രയിലേക്കും പോകുന്ന റോഡ്, ആ റോഡില് നൂറുകണക്കിന് വിദ്യാർത്ഥിനികളാണ് ദിവസവും നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുന്നത്. പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എം ടി സലാം അധ്യക്ഷത വഹിച്ചു. സിയറാസി മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് എ ജമാൽ, എം ടി കുഞ്ഞുമുഹമ്മദ്, കബീർ കളത്തിൽ, സി കെ സിദ്ദീഖ്, കെ നൌഷാദ് മാസ്റ്റർ, എം മിഷ്കർ, എം ടി ഉമ്മർ, പി കെ ആറ്റക്കോയ തങ്ങൾ, എൻ കെ മൊയ്തുകുട്ടി ഹാജി, വി പി ഉണ്ണീൻകുട്ടി, പി ഹൈദ്രു ഹാജി, കെ പി കുഞ്ഞുമുഹമ്മദ് ഹാജി, അബ്ബാസ് കെ, സി കെ മുസ്തഫ, ഹസീബ് മാട്ടായ, കെ പി സിദ്ദീഖ് റഹീമി, എം സുഹൈൽ, പി ഫിറോസ്, കെ സദക്കത്തുള്ള, പി ആഷിഖ് എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് തച്ചനാട്ടുകര പഞ്ചായത്തിലെ നന്നങ്ങാടി കുന്നിലെ നിർദ്ദിഷ്ട പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി പ്രദേശവാസികൾ. UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും UDF നേതൃത്വവും ജനങ്ങളെ ഒപ്പം നിന്ന് വഞ്ചിച്ചുവെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഭരണസമിതിയിലെ CPM അംഗങ്ങൾ UDFന് അനുകൂലമായി മൗനം പാലിക്കുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 3 ഭാഗവും വയലുകളുള്ള ദ്വീപിനു സമാനമായ പ്രദേശമാണ് നന്നങ്ങാടിക്കുന്ന്. ഫോർമാൽഡിഫൈഡ് പോലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗവും ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങളും പൊടിയും പ്രദേശവാസികളെ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് അടിമകളാക്കും. ഫാക്ടറിയിലെ മാലിന്യം ശുദ്ധജലത്തെയും ബാധിക്കും. മാത്രമല്ല, ഇത്തരം കമ്പനികളിൽ ജോലിക്കെത്തുന്ന അതിഥി തൊഴിലാളികൾ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. കമ്പനിക്ക് സമീപം 2 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്കുള്ള റോഡിന്റെ വീതി 9 മീറ്റർ മാത്രമാണ്. വലിയ വാഹനങ്ങൾ ഈ റോഡിലൂടെ വരുന്നതോടെ പ്രദേശവാസികളുടെ യാത്രയെയും ബാധിക്കും. ഇത്തരം ആശങ്കകളെല്ലാം ചൂണ്ടിക്കാട്ടി ഭരണസമിതിക്കും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്ത ഭരണസമിതി നാട്ടുകാർക്കൊപ്പമാണെന്ന് പറയുകയും കമ്പനിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ അനുമതിയും സൗകര്യം നൽകി നാട്ടുകാരെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭരണസമിതി യോഗത്തിൽ കമ്പനിക്ക് അനുമതി നിഷേധിച്ചെങ്കിലും പിന്നീട് ആരും അറിയാതെ അനുമതി നൽകിയതായും ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. നമ്മൾ പറഞ്ഞു ജനവാസ മേഖലയിലാണെന്ന് പറഞ്ഞു. ഇതുകൊണ്ടുവന്ന പൊല്യൂഷനാണ് ഒന്നാമത്തെ പ്രശ്നം. ഫോർമാൽഡിഹൈഡ് പോലെയുള്ള കെമിക്കലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഗൂഗിൾ തപ്പിയാൽ ആർക്കും അത് മനസ്സിലാവും. അത് ഉണ്ടാക്കുന്ന ക്യാൻസർ, അതുപോലെ തന്നെ ആസ്മ രോഗങ്ങൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ഇതൊരു ജനവാസ മേഖലയാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ്. അതുപോലെ തന്നെ ആ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് റെഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്പനിക്കാണ് ആദ്യം തുടക്കം മുതൽ അവർ അനുമതി കൊടുത്ത് ശ്രമിച്ചത്. അതായിരുന്നു ആദ്യം കൊടുത്തത്. പക്ഷെ ആ ഒരു റിക്വസ്റ്റിൽ, അപേക്ഷയിൽ അവരടുത്തുള്ള ഒരു പ്രദേശത്തിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ ഉടമയുടെ ഒപ്പ് വ്യാജമായി നിർമ്മിച്ചു, വ്യാജമായിട്ട് പാട്ടക്കരാറുണ്ടാക്കി
ആ രീതിയിലാണ് പഞ്ചായത്തിൽ സമർപ്പിച്ചത്. എന്നിട്ടത് നമ്മൾ പഞ്ചായത്ത് ഒരിക്കലും അതിനോട് സമീപിക്കുക അല്ലെങ്കിൽ അത് തിരുത്താനോ ഒന്നും ശ്രമിച്ചില്ല. ഞങ്ങൾ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി സ്ഥല ഉടമ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, അത് പഞ്ചായത്ത് തള്ളുകയാണ് ഉണ്ടാകുന്നത്. ആ രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റം ചെയ്ത കമ്പനിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പെറ്റീഷൻ കൊടുക്കാനോ പഞ്ചായത്ത് തുനിഞ്ഞില്ല. വികസനത്തിന് തങ്ങൾ എതിരല്ല, സാധാരണക്കാരായവരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുള്ള വികസനത്തെയാണ് എതിർക്കുന്നത്. കമ്പനിക്കെതിരെ താലൂക്ക് അദാലത്തിൽ നിലപാട് പറയാനുള്ള അവസരം പോലും ഭരണസമിതി നിഷേധിച്ചു. മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തിൽ കമ്പനി പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റുമാണ് പങ്കെടുത്തത്. തുടക്കം മുതൽ നാട്ടുകാരെ വഞ്ചിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എടുക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന നിലപാടാണ് ഭരണസമിതിയിലെ 5 CPM അംഗങ്ങളും സ്വീകരിക്കുന്നത്. ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തും. മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ഭരണസമിതിയും പഞ്ചായത്തും സ്വീകരിച്ചിട്ടുള്ളത് അതിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഒത്താശ മൗനാനുവാദത്തോടു കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ നിലവിൽ പ്രതിപക്ഷമുണ്ട്. 5 പ്രതിപക്ഷ മെമ്പർമാരുള്ള ഒരു പഞ്ചായത്താണ് ഞങ്ങൾ തച്ചനാട്ടുകര പഞ്ചായത്ത്. UDFന്റെ ഭരണമാണ്. ഈ UDFന്റെ ഭരണത്തിൽ ഇരിക്കുന്ന ഈ UDFന്റെ ഭരണസമിതി ഇതിന്റെ തുടക്കം മുതൽ ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇത്രയും UDFനെതിരെയും ഭരണസമിതിക്കെതിരെയും സംസാരിക്കാൻ കാരണം. ഇവര് ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ചതിച്ചത് കൊണ്ടാണ്. ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് കബീർ പട്ടിശ്ശേരി, വൈസ് പ്രസിഡന്റ് K. ഖാലിദ്, സെക്രട്ടറി P. ഷെഫീഖ്, P. അയ്യൂബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായി ആന എഴുന്നള്ളിപ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്താൻ തീരുമാനം. സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് വിളിച്ചു ചേർത്ത പൂരം സംഘാടകരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ ഔദ്യോഗിക ക്രമീകരണങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. നാട്ടാന പരിപാലന ചട്ടങ്ങൾ പരമാവധി പാലിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയും എഴുന്നള്ളിപ്പ് നടത്തണമെന്നാണ് നിർദ്ദേശം. വനം മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ആനകളെയും പരിശോധിക്കും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. എലിഫന്റ് സ്ക്വാഡും എലിഫന്റ് റെസ്ക്യൂ സ്ക്വാഡും മുഴുവൻ സമയവും പൂരപ്പറമ്പിൽ ഉണ്ടാകും. വെടിക്കെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും കോടതിയുടെയും തീരുമാനങ്ങൾക്ക് വിധേയമായി നടത്താൻ സബ് കളക്ടർ നിർദ്ദേശിച്ചു. പൂരം ദിവസം ഒറ്റപ്പാലം മുതൽ ലക്കിടി വരെയും പൂരപ്പറമ്പിലും പോലീസ് ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും. പൂരപ്പറമ്പിൽ CCTV നിരീക്ഷണവും ഉണ്ടാകും. സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികൾ 24 മുതൽ മാർച്ച് 1 വരെയുള്ള കാലയളവിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം. 2 സ്പെഷ്യൽ പൂര കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം പോലീസ് വിളിച്ചു ചേർക്കും. പിന്നീട് ദേശ കമ്മിറ്റി ഭാരവാഹികളുടെയും കുതിര, തേര്, തട്ടിന്മേൽക്കൂത്ത് ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർക്കും. പൂരം ദിവസം പാലക്കാട് കുളപ്പുള്ളിപ്പാതയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് PP സുമോദ് MLA. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വിദ്യാഭ്യാസ വികസനത്തോടൊപ്പം തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെ സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്നലെ തുടങ്ങി നമ്മുടെ ഈ രാജ്യത്തിന്റെ മഹനീയമായ പാരമ്പര്യത്തെ തകർക്കാൻ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചില കാര്യങ്ങളെല്ലാം വളരെ മോശമാണ്. 10 വർഷമൊന്നും വേണ്ട ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഈസിയാകാൻ, ഏത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ രാജ്യത്തിൽ ഈസിയാകാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഏറ്റവും പ്രയാസകരമായ സാഹചര്യം എന്ന രൂപത്തിൽ കാണാനും അതിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറக்கூடிய സാധിക്കുന്നത് ഏറ്റവും പ്രധാനം. നിയമസഭകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സെമിനാർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ വാസു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിനു ഭാസ്കർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി NS ബ്രിജേഷ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ AR രശ്മി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. R രാജേഷ്, ഡോക്ടർ G റിജുലാൽ,
ഡോക്ടർ CR രജിത, NS ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു. ചർച്ച, മറുപടി, പ്രമേയ അവതരണം, ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. പുതിയ UGC റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ സംഘടന ശക്തമായ പ്രതിഷേധം തീർക്കണമെന്ന് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാൾക്ക് കാപ്പ നിയമപ്രകാരം തൃശൂർ, പാലക്കാട് ജില്ലകളിൽ പോലീസിന്റെ പ്രവേശന വിലക്ക്. പാലപ്പുറം പയ്യപ്പാട് വീട്ടിൽ 45-കാരനായ നിഷിലിനെയാണ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം നാടുകടത്തിയത്. 6 മാസത്തേക്കാണ് നടപടി. കൊലപാതക ശ്രമം, ഭവനഭേദനം, ആയുധങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് നിഷിലെന്ന് പോലീസ് അറിയിച്ചു. 2008, 2009, 2019 വർഷങ്ങളിൽ ഇയാളെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിനും വിധേയമാക്കിയിട്ടുണ്ട്. മുണ്ടൻഞാറയിൽ നടന്ന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും കാപ്പ നിയമ നടപടികൾ തുടങ്ങിയത്. റേഞ്ച് പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഹരിശങ്കറാണ് കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത്. പ്രവേശന വിലക്ക് ലംഘിച്ചാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നും കോട്ടോപ്പാടം പഞ്ചായത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള നാട്ടുകൽ ഭീമനാട് റോഡിലെ ഒരു വശത്തെ പൈപ്പ് സ്ഥാപിക്കൽ പ്രവൃത്തികൾ പൂർത്തിയായി. തുടർന്നുള്ളത് മറുവശത്ത് അലനല്ലൂർ പഞ്ചായത്തിലേക്കുള്ള പ്രവൃത്തി ഉടൻ ആരംഭിക്കും. ജനുവരി മാസം 10-ാം തീയതി മുതലാണ് വടശ്ശേരിപ്പുറത്ത് നിന്നും പ്രവൃത്തികൾ ആരംഭിച്ചത്. ജല അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ പാതയുടെ വലതുവശത്തായി 500 മീറ്റർ വ്യാസമുള്ള പൈപ്പുകളാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലേക്ക് വെള്ളമെത്തിക്കാൻ സ്ഥാപിച്ചത്. JCB ഉപയോഗിച്ച് ചാല് കീറിയ ശേഷം പൈപ്പുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഈ സമയം തന്നെ ചാല് മൂടിയിരുന്നു. പ്രവൃത്തികൾ നടക്കുന്ന സമയങ്ങളിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. തുടർന്നുള്ള പ്രവൃത്തി അലനല്ലൂർ പഞ്ചായത്തിലേക്ക് വെള്ളമെത്തിക്കുന്നതിനുള്ള പൈപ്പിടലാണ്. 700 മില്ലിമീറ്റർ വ്യാസമുള്ളതാണ് ഈ പൈപ്പുകൾ. ഈ പ്രവൃത്തിയും രാത്രിയാണ് നടക്കുക. തുടർന്നാണ് ചെപ്പിലായി ഭാഗത്ത് റോഡിൻ്റെ നടുവിലൂടെ പൈപ്പിടലുണ്ടാവുക. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ 3 പഞ്ചായത്തുകളിലെ 22,000 വീടുകളിലേക്ക് പൈപ്പ് വഴി ശുദ്ധജലമെത്തിക്കാൻ 201 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ചെത്തല്ലൂർ, മുറിയങ്കണ്ണിപ്പുഴ കേന്ദ്രീകരിച്ചാണ് കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുക. നാട്ടുകൽ തേങ്ങാക്കണ്ടം മലയിൽ 66 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ 8ാം വിളക്കുത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ കിഴക്കൂട്ട് അനിയന്മാരാർ നയിച്ച പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയിൽ ശിവേലി നടന്നു. തുടർന്ന് കഞ്ഞിസദ്യയുമുണ്ടായിരുന്നു. വാദ്യപ്പെരുമഴ തീർത്താണ് ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള 8ാം വിളക്ക് ആഘോഷിച്ചത്. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം കിഴക്കൂട്ട് അനിയന്മാരാർ നയിച്ച പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ ശീവേലി നടന്നു. തുടർന്ന് 8ാം വിളക്കിന്റെ പ്രധാന ചടങ്ങായ കഞ്ഞിസദ്യ നടന്നു. ആയിരങ്ങളാണ് കഞ്ഞിസദ്യയിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യവും അരങ്ങേറി. ചോറ്റാനിക്കര വിജയന്മാരാർ തിമിലയിലും ചെറുപ്പശ്ശേരി ശിവൻ മദ്ദളത്തിലും പല്ലാവൂർ രാഘവ പിഷാരടി ഇലത്താളത്തിലും പ്രാമാണികരായി. രാത്രി ആറങ്ങോട്ടുകര ശിവൻ, പോരൂർ ഹരിദാസ് എന്നിവരുടെ തായമ്പകയുമുണ്ടായി. ഞായറാഴ്ച ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ പള്ളിവേട്ട നടക്കും. 24-ന് ആറാട്ടോടെയാണ് ഉത്സവം സമാപിക്കുക. മതസൗഹാർദ്ദത്തിന്റെ സംഗമമൊരുക്കി അമ്പംകുന്ന് അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ മഖാമിലെ നേർച്ച ആരംഭിച്ചു. ജാതിമത ഭേദമില്ലാതെ ദേശാന്തരങ്ങൾ താണ്ടി 10,000-ങ്ങളാണ് നേർച്ചയ്ക്കെത്തുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ പ്രസിദ്ധമായ അമ്പംകുന്ന് നേർച്ചയ്ക്ക് കൊടിയുയർത്തി. തുടർന്ന് കൊട്ടിലമാരനാഗന്റെ മകൻ രാജന്റെ വീട്ടിൽ നിന്നുള്ള ആദ്യ പെട്ടിവരവോടെയാണ് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. വാദ്യങ്ങളുടെയും 100 കണക്കിന് വിശ്വാസികളുടെയും അകമ്പടിയോടെ രാജന്റെ വീട്ടിൽ നിന്നുള്ള ആദ്യ അപ്പപ്പെട്ടികൾ മക്കാം ഭാരവാഹികൾ യാ നബി ചൊല്ലി മക്കാം പരിസരത്ത് സ്വീകരിച്ച ശേഷം മക്കാമിലേക്ക് ആനയിച്ചു. ഒപ്പം വിശ്വാസികളും മക്കാമിലേക്ക് ഒഴുകി.
തങ്ങളുടെ പ്രയാസങ്ങളും പ്രതീക്ഷകളും എണ്ണിപ്പറഞ്ഞ് ദർഗയിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചു. ഇനിയുള്ള 2 നാളുകളിൽ ആയിരങ്ങൾ അലങ്കരിച്ച പെട്ടികളിൽ മധുരപലഹാരങ്ങൾ കാണിക്കയായി കൊണ്ടുവന്ന് മക്കാമിൽ സമർപ്പിക്കും. അപ്പപ്പെട്ടിയുമായി വരുന്നവരെ നേർച്ച ഭാരവാഹികൾ വാദ്യങ്ങളുടെ അകമ്പടിയോടെ മക്കാമിലേക്ക് സ്വീകരിക്കും. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നേർച്ചയ്ക്കെത്തി. വിവിധ പ്രദേശങ്ങളിൽ മൗലിദ് പാരായണവും അന്നദാനവും നടത്തിയ ശേഷം ആഘോഷമായി അമ്പംകുന്നിലേക്ക് ഒഴുകും. റംസാൻ പ്രമാണിച്ചാണ് ഇത്തവണ നേർച്ച നേരത്തെ ആക്കിയതെന്ന് മക്കാം പ്രതിനിധി ഫക്രുദ്ദീൻ പറഞ്ഞു. ചരിത്ര പ്രസിദ്ധമായ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പിയുടെ മക്കാമിൽ വർഷം തോറും നടത്തി വരാറുള്ള 59ാമത് നേർച്ചാഘോഷം ഇന്ന് പൊട്ടന്മാരെ നാഗസ്വാമിയുടെ പെട്ടി കയറുന്നതോടുകൂടെ തുടങ്ങുകയാണ്. ഈ മഹത്തായ നേർച്ചയിലേക്ക് ജാതി മതഭേദമന്യേ ഏവരെയും ഉപ്പാപ്പിയുടെ മക്കാമിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഒരു നോമ്പാണ് മാർച്ച് 1 എന്നുള്ള നിലയ്ക്ക് നമുക്ക് അന്നദാനം കൊടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ അത് കാരണമായിക്കൊണ്ട് നേർച്ചയുടെ ഒരു ഫെബ്രുവരി 23, 24, 25 കഴിഞ്ഞാൽ പിന്നെ 4 ദിവസം മാത്രമേ നേർച്ചയ്ക്കുള്ളൂ. അത് കാരണം കൊണ്ട് നേർച്ച മാറ്റി വെച്ച നോമ്പ് കാരണം കൊണ്ട് ആ അന്നദാനം എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. 24-ാം തീയതി അതായത് നമ്മളെ പഴയ നേർച്ചത് അതേ ഷിഫ്റ്റ് അതേ മാറിക്കട്ടെ അല്ല അതേമാതിരി അതിനൊന്നും വ്യത്യാസമില്ല. അന്ന് നമ്മൾ 3000 കിലോ അരി, പിന്നെ ആട്, കോഴി, അതേമാതിരി മറ്റുള്ള എല്ലാ മൃഗങ്ങൾ പാപ്പാക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് വളമ്പി 10,000-കണക്കിന് ആളുകൾക്ക് അന്നദാനം കൊടുത്ത് അത് സമാപിക്കും. മൗലൂദോടുകൂടി സമാപിക്കും. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന പ്രമേയത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ബ്ലോക്ക് സമ്മേളനം നടത്തി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ടൗണിൽ പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം എം രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് എങ്ങനെ കിട്ടിയിരിക്കുന്നതറിയോ? നമ്മുടേതായിട്ട് പൂർവമായ നേതാക്കൾ നിത്യേന സമരം ചെയ്ത് മേഖലയെടുത്തുള്ള ആനുകൂല്യങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം 92 രൂപം കൊണ്ട് ആദ്യത്തെ ചിത്രം പ്രസിഡന്റായിരുന്നു. അതിനുശേഷം നമ്മുടെ പാലക്കാട്ടുകാരനായ എനിക്കറിഞ്ഞൂടാ. പട്ടാമ്പിക്കാരനായ കൊപ്പത്തുകാരനായ എന്നായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത്. ആ സന്ദർഭത്തിലാണ് എന്തെന്നറിയോ ശമ്പള പരിഷ്കരണം വന്നു. പ്രസിഡന്റ് PKC നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ്, ബ്ലോക്ക് സെക്രട്ടറി MV കൃഷ്ണൻകുട്ടി, K ചന്ദ്രൻ, തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് A ഷൗക്കത്ത് അലി, ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് CN നാരായണഗുപ്തൻ, A ബാലകൃഷ്ണൻ, K മോഹൻദാസ്, K അംബുജാക്ഷി, P രമേശൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി PKC നായരെയും സെക്രട്ടറിയായി MV കൃഷ്ണൻകുട്ടിയെയും ട്രഷററായി K ചന്ദ്രനെയും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ 74ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിറവസന്തം എന്ന പേരിൽ ചിത്രരചന പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു. 3 വിഭാഗങ്ങളിലായി വിവിധ ജില്ലകളിൽ നിന്നായി 100ഓളം കുട്ടികൾ പങ്കെടുത്തു. അതിന് വ്യത്യസ്തമായി കുട്ടിയുടെ ഭാവന ഏറ്റവും കൂടുതൽ, ഭാവന എന്ന് പറയുന്നത് അനുഭവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ കുട്ടി എന്തുകൊണ്ടാണ് എന്താ പറയുക, ആനയ്ക്ക് കറുത്ത നിറം തന്നെ വേണമെന്ന്, എന്താ വേറെ ചുവന്ന നിറത്തിൽ ആന ഉണ്ടായിക്കൂടെ എന്നുള്ളൊരു ചിന്ത കുട്ടികളെ പുതിയ പുതിയ ചിന്തകളുടെയും കൂടെ ഭാഗമാണ് ചിത്രം വര. ഇപ്പൊ +1 പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് അവൾക്ക് അവള് ആദ്യം ചിത്രം വരച്ചിട്ടുണ്ട്. UP ഒക്കെ ആയപ്പോഴേക്കും നിർത്തി. അവളുടെ ഒരു ഇഷ്ടപ്പെട്ട ചിത്രം എനിക്ക് കാണിച്ചു തന്നു. അത് പിങ്ക് ആനയാണ്. ആ ആനയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് പിങ്ക് ആനയാണ്. പിങ്ക് കളറിലാണ് ആന വരച്ചിരിക്കുന്നത്. അവളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം അതാണെന്നാ പറഞ്ഞത്. നമുക്കറിയാം ആന പിങ്ക് അല്ല, പക്ഷെ പിങ്കായിട്ടൊരു ആനയെ കാണാനുള്ള കഴിവ് കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കറുത്ത ആനയെ കാണാൻ പറ്റില്ല. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നടത്തിയ മത്സരത്തിന്റെ സമാപന സമ്മേളനം സംസ്ഥാന കലോത്സവ പ്രതിഭകളായ ഫാത്തിമ CP, ആർദ്ര PS, സുദീപ് CV എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. യുറീക്ക എഡിറ്ററും പാഠപുസ്തക കമ്മിറ്റി അംഗവുമായ PM നാരായണൻ മുഖ്യാതിഥിയായി. ആർട്ടിസ്റ്റ് സലാം മാസ്റ്റർ,
കുട്ടികളും ചിത്രകലയും എന്ന വിഷയത്തിൽ ആശയാവതരണം നടത്തി. വരപ്പട ആർട്ട് ക്ലബിന്റെ പ്രവർത്തന റിപ്പോർട്ട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകൻ വിപിൻനാഥ് TK അവതരിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് A. മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ PS ആര്യ, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് B. സുനിതകുമാരി, വെളിനേഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാധാകൃഷ്ണൻ, HM NK സീന, സ്കൂൾ മാനേജർ രാധാകൃഷ്ണൻ K, പ്രോഗ്രാം കൺവീനർ ഷംസുദ്ദീൻ, വാർഷികാഘോഷ കമ്മിറ്റി കൺവീനർ P. വിദ്യ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം നൽകി. വിജയികൾക്ക് ട്രോഫി, സർട്ടിഫിക്കറ്റ്, ക്യാഷ് അവാർഡ്, മെഡൽ എന്നിവ നൽകി അനുമോദിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഭാരതീയ വിദ്യാനികേതൻ കോങ്ങാട് മേഖല മാതൃശിശു സംഗമം ശ്രീകൃഷ്ണപുരം ശ്രീ വ്യാസ വിദ്യാനികേതൻ വിദ്യാലയത്തിൽ നടന്നു. പ്രശസ്ത കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ ഏറ്റവും വലിയ സർക്കാരിതര വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള വിദ്യാഭാരതി എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1952 ഗോരഖ്പൂരിൽ തുടങ്ങി വെച്ചുള്ള ഈ പ്രസ്ഥാനം ശിശുവാടിക മുതൽ കോളേജ് തരം വരെയുള്ള ഒരു പടർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാം. മേഖലാ സംയോജകൻ KV ഷൺമുഖൻ അധ്യക്ഷനായി. ഭാരതീയ വിദ്യാനികേതൻ പാലക്കാട് ജില്ലാ ട്രഷറർ P. ബേബി മുഖ്യാതിഥിയായി. വിദ്യാലയ സമിതി പ്രസിഡന്റ് PB ഹരിദാസ്, PTA പ്രസിഡന്റ് സുധാകരൻ കളത്തിൽ, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സംയോജകൻ K. സുജിത്ത്, പ്രധാനാധ്യാപകൻ VK സുധാകരൻ, VT സന്ധ്യ, VM സതീശൻ എന്നിവർ സംസാരിച്ചു. മുണ്ടൂർ, കല്ലടിക്കോട്, പുലാപ്പറ്റ, ശ്രീകൃഷ്ണപുരം, വെളിനേഴി എന്നീ വിദ്യാലയങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 1000-ൽ പരം ആളുകൾ വിവിധ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തു. കായിക മത്സരങ്ങൾ ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ മൈതാനിയിലും കലാമത്സരങ്ങൾ ശ്രീവ്യാസ വിദ്യാനികേതൻ അങ്കണത്തിലും വെച്ച് നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മുക്കാലി ദയാശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് അഭയകേന്ദ്രത്തിൽ ഭക്ഷണ വിതരണം നടത്തി. T. നസ്രുദ്ദീൻ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചുള്ള സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. വ്യാപാരി വ്യവസായി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അഭയകേന്ദ്രത്തിന്റെ പ്രവർത്തനം നടത്തുന്ന സജിത്ത് ബിസ്ന ദമ്പതികളെ ആദരിച്ചു. വനിതാ വിങ് യൂണിറ്റ് പ്രസിഡന്റ് VS സന്ധ്യ അധ്യക്ഷത വഹിച്ചു. മീനാക്ഷി, ബീന ജയമോൻ, പത്മജ മേനോൻ, ഷെബീന എന്നിവർ നേതൃത്വം നൽകി. ചെറുപ്പളശ്ശേരി, പാലക്കാട് എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള എയർവേസ് ട്രാവൽസ് ആൻഡ് ഹജ്ജ് ഗ്രൂപ്പ് ഹജ്ജ് പഠന ഓറിയന്റേഷൻ ക്ലാസ് നടത്തി. പാലക്കാട് ടോപ്പ് ടൗണിൽ വെച്ച് നടന്ന പഠന ക്ലാസ് പുതുപ്പള്ളി തെരുവ് പള്ളി ഖത്തീബ് സ്വാലിഹ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. 1992 ആരംഭിച്ച എയർവേസ് ട്രാവൽസ് ഹജ്ജ് ഉംറ രംഗത്ത് 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്ഥാപനമാണ്. ഇരു ഹറമുകളിലും വളരെ അടുത്ത് മികച്ച താമസ സൗകര്യത്തോടുകൂടി സർവീസ് നടത്തിവരുന്നു. 2025 ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടിയാണ് എയർവേസ് ട്രാവൽസ് ഹജ്ജ് പഠന ഓറിയന്റേഷൻ ക്ലാസ് നടത്തിയത്. പാലക്കാട് ടോപ്പ് ടൗണിൽ വെച്ച് നടന്ന പഠന ക്ലാസ് പുതുപ്പള്ളി തെരുവ് പള്ളി ഖത്തീബ് സ്വാലിഹ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധമാകുന്ന ഹജ്ജ് കർമ്മം എന്നുള്ളത് നമുക്കറിയാവുന്ന പോലെ, നാം മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന, നാമൊക്കെ മുസ്ലിമീങ്ങളായിരിക്കെ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും നിർവഹിക്കേണ്ട പരിശുദ്ധമാകുന്ന ഒരു അമലാണ് ഹജ്ജ് എന്നുള്ളത്. ആ ഹജ്ജിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമാകുന്ന ഖുർആനിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകളിലും വിശദമായിട്ട് കാണുവാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. മറ്റു പരിശുദ്ധ ഇസ്ലാം പൂർത്തിയാകാനുള്ള ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളെ അപേക്ഷിച്ച് ഹജ്ജ് കർമ്മത്തിലേക്ക് നോക്കുമ്പോൾ
ആരോഗ്യപരമായും യാത്രാ സൗകര്യപരമായും സാമ്പത്തികമായും കഴിവുണ്ടായിരിക്കെ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു തവണ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഹജ്ജ് ഗ്രൂപ്പ് ചീഫ് അമീൻ മൗമൂൻ ഹുദവി വണ്ടൂർ പഠന ക്ലാസ് നൽകി. ഹജ്ജ് നാം നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമുക്ക് സമ്പാദിക്കാൻ സാധ്യമാകുന്നത്. പടച്ച റബ്ബിന് ഇഷ്ടമുള്ള ആളുകളായി നാം മാറും. പരിശുദ്ധ ഖുർആനിൽ ഭൗതികമായിട്ടുള്ള മുഴുവൻ സൗഭാഗ്യങ്ങളെയും ഇല്ലാ ഖലീൽ, അതൊക്കെ വളരെ തുച്ഛമാണ്, നിസ്സാരമാണ്, പറയാൻ മാത്രം ഒന്നുമില്ല എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ദുനിയാവിലെ സ്വത്തും മുതലും പണവും പ്രതാപവും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും മറ്റെല്ലാ സൗഭാഗ്യങ്ങളും വളരെ നിസ്സാരം എന്നാണ് അള്ളാഹുവിന്റെ ഭാഷ്യം. ഡയറക്ടർ AP മുസ്തഫ കമാൽ ഹാജി അധ്യക്ഷത വഹിച്ചു. യാത്രാ വിവരണവും നൽകി. AP അഹമ്മദ് സാലിഹ് മാസ്റ്റർ, ഷക്കീർ ധാരിമി, ഹാഫിൽ മുഹമ്മദ് അലി ഹാജി പാലക്കാട്, മുഹമ്മദ് റഫീഖ് ഹാജി, M അസ്സൻ മുഹമ്മദ് ഹാജി, AP അബൂബക്കർ സാദിഖ് ഹാജി എന്നിവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരിക്കും പാലക്കാടിനും പുറമെ കൊടുവായൂർ, ആലത്തൂർ എന്നിവിടങ്ങളിലും എയർവേസ് ട്രാവൽസിന് ബ്രാഞ്ചുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു സർവീസാണ്. ഈ സർവീസിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്നത് പാരത്രിക മോക്ഷം തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മൗമൂൻ ഹുദവി, അതുപോലെ തന്നെ ഉമർ ഉസ്താദ്, അതുപോലെ മൂര്യാട് ഉസ്താദ്, അതുപോലെ ഇമ്പിച്ച് കോയ തങ്ങൾ, ഇങ്ങനെ ഒരുപാട് നിരയുള്ള ഒരു ട്രാവൽസാണ്. ഇവരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് ഈ ട്രാവൽസിൽ ഹജ്ജിന് പോകുന്നവർക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇരു ഹർമകളിലും മക്കയിലും മദീനത്തിലൊക്കെ വളരെ നല്ല സുരക്ഷിതമായ രീതിയിലുള്ള അടുത്ത് തന്നെയുള്ള താമസ സൗകര്യവും നല്ല കേരളീയ ഭക്ഷണവുമാണ് നൽകുന്നത്. അതോടൊപ്പം ദിവസേന ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണ രീതികളും അതോടൊപ്പം തന്നെ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള അമലുകൾ കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ പറ്റിയ നല്ല പഠന ക്ലാസ്സുകൾ ഇവിടെയും അവിടെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. എയർവേസ് ട്രാവൽസ് ആൻഡ് ഹജ്ജ് ഗ്രൂപ്പ് ചെർപ്പളശ്ശേരിയാണ് മെയിൻ ഓഫീസ്. 33 വർഷമായി ഞങ്ങൾ ഈ സേവന രംഗത്തുള്ളത്. ഹജ്ജ് സേവന രംഗത്ത് 20 വർഷത്തോളം പരിചയമുണ്ട്. 2011 മുതൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശ രാജ്യ എംബസിയായ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സിനുള്ള അംഗീകാരം ഉണ്ട്. അതേപോലെ ടിക്കറ്റ് രംഗത്ത് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ IATA അംഗീകാരം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഉംറയ്ക്കും ഹജ്ജിനും ഇതുവരെയും നല്ല സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കൂടെ വരുന്ന ഹാജിമാർക്ക് ഞങ്ങൾ അവരിൽ ഒരാളായി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ക്ഷേമങ്ങൾക്കും ഇവിടെ നിന്ന് വന്ന് തിരിച്ച് പുറപ്പെട്ടുന്നതുവരെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി വളരെ ഭംഗിയായി ഹജ്ജിൻ്റെ അതേപോലെ ഉംറയുടെ കാര്യങ്ങൾ നിർവഹിച്ച് ഭംഗിയായി ഞങ്ങൾ നാട്ടിലെത്തിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സ്വകാര്യതയുള്ള സ്ഥാപനങ്ങളായി മാറിയെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിലും കേരളം മുന്നിൽ. മലപ്പുറത്ത് നിർമ്മിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും ആരോപിച്ച് മുസ്ലിം ലീഗ് മാർച്ച്. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രതിപക്ഷ മെമ്പർമാരോട് കടുത്ത വിവേചനമെന്നും നേതാക്കൾ. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ആന എഴുന്നള്ളിപ്പ് കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ തീരുമാനം. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. ഫിറ്റ്നസ് ഇല്ലാത്ത ആനകളെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കില്ല. മണ്ണാർക്കാട് തച്ചനാട്ടുകര നന്നങ്ങാടി കുന്നിൽ വരാൻ പോകുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി പ്രദേശവാസികൾ. ജനങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന ഭരണസമിതി ആരുമറിയാതെ കമ്പനിക്ക് അനുമതി നൽകി നാട്ടുകാരെ കബളിപ്പിച്ചുവെന്നും ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ. ചൊവ്വാഴ്ച പഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കും.
ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ ഉത്സവാഘോഷങ്ങൾ തുടരുന്നു. വാദ്യപ്പെരുമഴയിൽ 8ാം വിളക്ക് ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.